ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കുക്കറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻഡ്യൂസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡിൻ്റെ കുക്കറാണ് കേട്ടോ. ഇന്നർ ലിഡ് വരുന്ന ഒരു ടൈപ്പാണ്. 3 ലിറ്റർ വരുന്ന കുക്കറാണ് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 3 ലെയർ ബോട്ടം വരുന്ന ഒരു കുക്കറാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് അങ്ങനെ ബേൺ ആവുകയൊന്നുമില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ സ്ക്രീനിൽ കാണുന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ചെയ്തു തുടങ്ങാം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കട്ട് ചെയ്ത് കുക്കറിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഞാൻ ഇതൊരു 5-6 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയറാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുങ്ങോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല. കറക്റ്റ് ഒന്ന് അതിങ്ങനെ മുങ്ങി കിടക്കണം അത്രയും വേണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ ലിഡൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ല അടി കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാം, ഗ്യാസിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 5-6 വിസിൽ അടുപ്പിച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്, പക്ഷേ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ മാഷർ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കൈ വെച്ചിട്ടോ തവി വെച്ചിട്ടോ എങ്ങനെ വേണേലും ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഉടച്ചതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നിറയെ നമ്മൾ ചാറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കടലമാവാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം 1/2 കപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മതിയാവില്ല, കുറച്ചും കൂടി വേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും കൂടി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ടൈറ്റായിട്ട് കിട്ടുന്ന വരെ നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, നോക്കിയിട്ട് ചേർത്താൽ മതി. ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. അപ്പോൾ ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ അടിഭാഗവും മേൽഭാഗവും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഈ ബോളൊന്ന് വെച്ച് കൊടുക്കുക. ഇത് നമ്മളൊരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ എത്ര ചെയ്താലും ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഷേപ്പായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. കൈ വെച്ച് തന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം. ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബർഗറിൻ്റെ പാറ്റീസൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ, ഈ ഒരു ഷേപ്പിലൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനെല്ലാം എന്തായാലും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നില്ല. കുറച്ച് ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറച്ച് എണ്ണ മതി. നമ്മൾ മീനൊക്കെ പൊരിക്കാൻ എടുക്കുന്ന പോലെ കുറച്ച് മാത്രം എണ്ണ എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനിത് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല. പിന്നെ ഇതിൽ നമ്മൾ ചെറുപയറാണ് ചേർത്തിട്ടില്ലെന്ന് മനസ്സിലാവേ ഇല്ല, കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ആയിരിക്കില്ല. അടിപൊളിയാണ് കഴിക്കാൻ ചൂടോടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, കുട്ടീസിനാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഒന്ന് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരുള്ളൂ. ആ കടലപ്പൊടി വേവാനുള്ള ടൈം കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.